ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10 ശനിയാഴ്ച. മലയാള മാസം മകരം 27. ഒരു നല്ല ദിനം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. നിരവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. അതിന്റെ ചർച്ചകളിലേക്കൊക്കെ സ്വാഭാവികമായും പാർട്ടികൾ കടക്കും. അത്തരം ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനോടകം കേരളത്തിൽ എൽ ഡി എഫിൽ സീറ്റ് വിഭജനം ധാരണയായിട്ടുണ്ട്. ഇന്ന് LDF-ന്റെ യോഗം ചേർന്ന് അതിൽ അന്തിമ ധാരണ ഉണ്ടാകും. 15 ഇടങ്ങളിൽ CPM തന്നെ മത്സരിക്കുമെന്നാണ് അവരുടെ ധാരണ. മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് തീരുമാനിക്കാനുള്ള ചർച്ചകളൊക്കെ തന്നെ മറ്റു പാർട്ടികളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരാഗ്നി എന്ന പേരിലുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. നമുക്കിതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രഭാത വാർത്ത ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. പ്രഭാത വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും എന്നാണ് സൂചന. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗവും ഇന്ന് തുടങ്ങും. കേരള കോൺഗ്രസ് കൂടി മുന്നണിയുടെ ഭാഗമായതോടെ ഒരു സീറ്റ് അവർക്ക് നൽകേണ്ടി വരും. CPIM മത്സരിക്കുന്ന കോട്ടയം സീറ്റായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന് നൽകുക. രണ്ടാമതൊരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചെങ്കിലും CPIM അംഗീകരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗം സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. CPIM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന കമ്മിറ്റി യോഗവുമാണ് നടക്കുക. മുതിർന്ന നേതാക്കൾക്കൊപ്പം ചില പുതുമുഖങ്ങളെയും രംഗത്തിറക്കാനാണ് CPIM-ന്റെ ആലോചന. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റികളോട് അഭിപ്രായം തേടും. CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ AYSF നേതാവ് CA അരുൺകുമാറും മത്സരിക്കാൻ ധാരണയായിട്ടുണ്ട്. വയനാട് ആനി രാജയുടെ പേരാണ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയം സീറ്റിൽ നിലവിലെ MP-യായ തോമസ് ചാഴിക്കാടനോ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയോ മത്സരിക്കാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി തർക്കം ചർച്ചയാക്കാൻ മാണി വിഭാഗം. സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം നേതാക്കൾ തുറന്നു പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങളുള്ളതുകൊണ്ടാണെന്നാണ് മാണി വിഭാഗത്തിന്റെ നിരീക്ഷണം. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വഷളാകും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കേരള കോൺഗ്രസ് എമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു പറഞ്ഞു. ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. സിറ്റിംഗ് MP ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഔദ്യോഗികമായി പാർട്ടി കൂടി മുന്നണി കൂടി ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവണം, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോ അപ്പുറത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ജോസഫ് ഗ്രൂപ്പിനാണെന്ന് പറയുന്നു. അതില് ജോസഫുമാരുടെ സ്ഥാനാർത്ഥി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ PJ ജോസഫ്, അബു ജോസഫ്, MP ജോസഫിന് ഇന്ന് രാവിലെ അദ്ദേഹമാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. അദ്ദേഹം IAS-കാരനാണ്, അദ്ദേഹത്തിനാണ് ലോക അറിവുള്ളതെന്നൊക്കെ പറയുന്നു. അതോടൊപ്പം ഫ്രാൻസിസ് ജോർജ് ആണെന്ന് മനോരമ പത്രത്തിൽ വരെ വന്നു. അതുപോലെ തന്നെ സജി പഞ്ചക്കടവൻ UDF-ന്റെ ചെയർമാൻ തന്നെ സീറ്റ് ചോദിച്ചതായിട്ട് മനസ്സിലാക്കുന്നു, ആ പാർട്ടിയിൽപ്പെട്ട. പിന്നെ PC തോമസ് എല്ലാത്തിനും കൂടുതൽ ക്ലെയിമായിട്ട് നിൽക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരിലാണ് ഇത് ജോസഫ് നിലനിൽക്കുന്നത്. ആ അവകാശം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അത്തരത്തിൽ കൺഫ്യൂഷൻ അവരാണ്, അത് അവര് തന്നെയാണ് പറയുന്നത്, നമ്മളാരും പറയുന്നതല്ല. അവരെ സംബന്ധിച്ച് അവർ തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം എന്ത് കുഴപ്പമുണ്ടാവും, അല്ലെ എന്ത് ഗുണമുണ്ടാവും ദോഷമുണ്ടാവും, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ നവകേരള സദസ്സിന് നേതൃത്വം നൽകിയ ഭൂരിഭാഗം സംഘാടകരും കടത്തിൽ. 6 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിനായി ചെലവായത് 1.24 കോടി രൂപയാണ്. പരിപാടിയുടെ നടത്തിപ്പിനായി കിട്ടിയതാകട്ടെ 98 ലക്ഷം രൂപ മാത്രം. ജില്ലയിലെ മറ്റ് 10 മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമല്ലെന്നാണ് വിവരാവകാശ രേഖ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഴുവൻ കണക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലഭ്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംഘാടക സമിതികൾ കടത്തിലാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ, തിരുരങ്ങാടി, മലപ്പുറം, മങ്കട, തവനൂർ, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിനായി ആകെ ചെലവായത് 1,24,00,000 രൂപ. വരവ് 98 ലക്ഷം രൂപ. മലപ്പുറം മണ്ഡലത്തിൽ മാത്രം ചെലവ് കഴിഞ്ഞ് 6,90,512 രൂപ ബാക്കിയുണ്ട്. ഈ തുക സംഘാടക സമിതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലാണ്. 10 മണ്ഡലങ്ങളിലെ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ചെലവ് കൂടുതലും വരവ് കുറവുമാണ്.
ആ ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ മലപ്പുറത്ത് മാത്രം എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു പൈസ ഉണ്ടെങ്കിൽ സർക്കാരിന് ഇപ്പോൾ 6-7 മാസങ്ങളായി നമുക്ക് പെൻഷനും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലൊന്നും ഒരു സാധനം പോലും ഇല്ല. അപ്പോൾ ഈ ഒരു സാധനങ്ങളും അതുപോലെ തന്നെ പെൻഷൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഉപകാരമായിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തിരുരങ്ങാടിയിലും മങ്കടയിലും സംഘാടക സമിതിയുടെ കടം. വണ്ടൂരാണ് ഏറ്റവും കുറവ് കടം, 195 രൂപ. കോട്ടക്കൽ മണ്ഡലത്തിൽ ചെലവായ തുകക്ക് കണക്കുണ്ട്, എന്നാൽ പിരിച്ച പണത്തിന്റെ കണക്ക് ലഭ്യമല്ല. നവകേരള സദസ്സിൽ ആകെ ചെലവിന്റെ 40% പണം ചെലവായത് പന്തലുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കാണ്. 3.25 ലക്ഷം രൂപ വരെ ഭക്ഷണത്തിനും ചെലവായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതവും സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ നൽകിയ സംഭാവനകളുമാണ് നവകേരള സദസ്സിന്റെ പ്രധാന വരവ്. എന്നാൽ ജില്ലയിൽ UDF ഭരിക്കുന്ന ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പണം നൽകിയിട്ടില്ല. 24 മലപ്പുറം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയായ സമരാഗ്നി ഇന്ന് കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂരിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് മട്ടന്നൂരിലും കണ്ണൂരിലുമാണ് പൊതുസമ്മേളനങ്ങൾ ഉണ്ടാവുക. സജോ ദേവസ്വം നൽകും കണ്ണൂരിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സജോ, കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയാണ് സമരാഗ്നി എന്നിപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണെങ്കിൽ കൂടി ഇത് തെരഞ്ഞെടുപ്പിനുള്ള ഒരു വലിയ ഒരുക്കമായിട്ടും ഒപ്പം പ്രചാരണമായിട്ടും കോൺഗ്രസ് കാണുന്നുണ്ട്. വിവരങ്ങൾ. കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്ര ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുക. രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ ഹാളിൽ നടക്കുന്ന സംവാദ സദസ്സിൽ നേതാക്കൾ പങ്കെടുക്കും. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സംവാദ സദസ്സിൽ പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ട് 3 മണിയോടുകൂടി ജില്ലാ അതിർത്തിയായ കരിവള്ളൂരിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. തുടർന്ന് യാത്ര മട്ടന്നൂരിലേക്കാവും പോവുക. മട്ടന്നൂരിൽ ജില്ലയിലെ ആദ്യ പൊതുസമ്മേളനം ശരി സജോ, വ്യക്തത കുറവുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ സമരാഗ്നി ഇന്ന് കണ്ണൂർ ജില്ലയിലായിരിക്കും പര്യടനം നടത്തുക. മറ്റു വാർത്തകളിലേക്ക്. KSUവിന്റെ എറണാകുളം, ഇടുക്കി, വയനാട്, കോട്ടയം ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. 7 വർഷങ്ങൾക്ക് ശേഷമാണ് പുനഃസംഘടന. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചുള്ള ജംബോ കമ്മിറ്റികളാണ് പ്രഖ്യാപിച്ചത്. മറ്റ് ജില്ലകളിൽ പുനഃസംഘടന ഉടനുണ്ടാകും. AV ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് അതിന്റെ വിവരങ്ങൾ. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. KSUവിന്റെ ഒരു പുനഃസംഘടന അത് കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നു. പക്ഷേ അപ്പോഴും പുനഃസംഘടിപ്പിച്ച കമ്മിറ്റി ജംബോ കമ്മിറ്റിയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? അതായത് KSUവിന്റെ 4 ജില്ലാ കമ്മിറ്റികളാണ് കഴിഞ്ഞ ദിവസം പുനഃസംഘടിപ്പിച്ചത്. എറണാകുളം, ഇടുക്കി, വയനാട്, കോട്ടയം എന്നീ ജില്ലാ കമ്മിറ്റികളാണ് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന നടക്കുന്നത്. ജില്ലാ അധ്യക്ഷന്മാരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കമ്മിറ്റികൾ നിലവിൽ വന്നിരുന്നില്ല. ലോക്സഭാ ഇലക്ഷൻ കൂടി ബന്ധപ്പെട്ട ജില്ലകളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായാണ് തിടുക്കത്തിൽ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാക്കി 10 ജില്ലകളിലെ കമ്മിറ്റികൾ കൂടി പുനഃസംഘടിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ജംബോ കമ്മിറ്റികളായാണ് പുനഃസംഘടന. 40-ലധികം ആളുകൾ അധ്യക്ഷന് പുറമെ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ 70-ൽ കൂടുതൽ ആളുകളുണ്ട്. വൈസ് പ്രസിഡന്റ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അങ്ങനെ ഉള്ള ഒരു കമ്മിറ്റിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കരുളായി നെടുങ്കയത്ത് പുഴയിൽ മുങ്ങി മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നലെയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികൾ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടത്. കോട്ടയ്ക്കൽ കല്ലിങ്ങൽ പറമ്പ് MSM ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന, 6ാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ റിദ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വനമന്ത്രി AK ശശീന്ദ്രൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകി. ഇടുക്കി പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ വ്യാപാരികൾ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ. അപേക്ഷ ലഭിച്ചാൽ അത് കളക്ടർക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമ ജോസഫ് പറഞ്ഞു. വ്യാപാരികൾ അപേക്ഷ നൽകിയാൽ കടയിലെ സാധനങ്ങൾ മാറ്റുന്നതിന് സമയം അനുവദിക്കുമെന്ന് നേരത്തെ ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായരും വ്യക്തമാക്കിയിരുന്നു. ഏതാനും ചില വ്യാപാരികൾ കടകളിലെ സാധനങ്ങൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. സാധനങ്ങൾ സൂക്ഷിക്കാൻ മറ്റൊരു സ്ഥലമില്ലാത്ത വ്യാപാരികളാണ് അവ മാറ്റാത്തത്. പഴങ്ങൾ, പച്ചക്കറികൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഇങ്ങനെ അടച്ചുപൂട്ടിയ കടമുറികളിലുണ്ട്. കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റില്ല എന്ന നിലപാടിലാണ് ആക്ഷൻ കൗൺസിൽ. നിയമപോരാട്ടം തുടരാനാണ് തീരുമാനം. പന്നിയാർപ്പുഴയുടെ പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചെന്ന് കണ്ടെത്തിയ 46 കടകൾ, 39 പാർപ്പിടങ്ങൾ, 3 ആരാധനാലയങ്ങൾ, ഒരു കുരിശടി എന്നിവയാണ് കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചത്.
ഗോഡ്സെ അനുകൂല പരാമർശത്തിൽ കോഴിക്കോട് NIT അധ്യാപിക ഷൈജ ആണ്ടവന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അധ്യാപിക ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് NIT രജിസ്ട്രാർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അധ്യാപിക കോളേജിൽ എത്താത്തതിനാൽ നോട്ടീസ് കൈപ്പറ്റുകയോ സ്റ്റേഷനിൽ ഹാജരാകുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഷൈജ ആണ്ടവന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കലാപാഹ്വാനത്തിന് IPC 153 വകുപ്പ് പ്രകാരമാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗോഡ്സെ പ്രകീർത്തനത്തിൽ അധ്യാപികയ്ക്കെതിരെ NIT നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തെ അവസാന പാർലമെന്റ് സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യ രാമക്ഷേത്രം സംബന്ധിച്ച ചർച്ച ഇരുസഭകളിലും ഉണ്ടാകും. ബജറ്റ് സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നതോടെ രാജ്യം ഇലക്ഷൻ ചൂടിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന പര്യടനങ്ങൾക്ക് ഈ മാസം 15 തുടക്കമാകും. രാഷ്ട്രീയ പാർട്ടികളുടെ സംയുക്ത യോഗവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അടുത്ത മാസം ആദ്യം ഉണ്ടാകും. രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ. RK വിവരങ്ങൾ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ ചർച്ചയാണ്. റൂൾ 193 അനുസരിച്ചിട്ടുള്ള ചർച്ചയാണ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം പാർലമെന്റിലെ ഇരുസഭകളിലും നടക്കാനായി പോകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP അംഗം സത്യപാൽ സിംഗ് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലെ ചർച്ച. രാജ്യസഭയിൽ BJP അംഗം ഡോക്ടർ സുധാംശു ത്രിവേദിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ രാമക്ഷേത്ര നിർമ്മാണം അനുകൂല രാഷ്ട്രീയ വിഷയമായി പ്രചരിപ്പിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ സഭകളിൽ സംസാരിക്കും എന്ന് ഇതുവരെയും വിവരമില്ല. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനമാണ് ഇപ്പോൾ ചേരുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതിന് സമാനമായിട്ട് തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമാക്കിയിട്ടുണ്ട്. ഈ 15ാം തീയതി വരുന്ന 15ാം തീയതി മുതൽ സംസ്ഥാന പര്യടനങ്ങൾ ആരംഭിക്കുകയാണ്. 15 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഈ തീയതി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്ന് 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനവും പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനവും അവസാനിക്കുകയാണ്. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ തീരുമാനം വൈകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അനൂപ് ചന്ദ്രപാണ്ഡെ ഈ മാസം 14-ന് വിരമിക്കും. പകരം ആര് എന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചേർന്നെങ്കിലും നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. തീരുമാനം വൈകിയാൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിനും മാത്രമാകും. നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്ത മണ്ഡലമായ റായ്ബറേലിയിൽ മുൻ കോൺഗ്രസ് നേതാവിനെ BJP മത്സരിപ്പിച്ചേക്കും എന്ന് സൂചന. നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്ന അഖിലേഷ് സിംഗിന്റെ മകൾ അതിഥി സിംഗിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള BJP MLA ആണ് അതിഥി സിംഗ്. സോണിയാഗാന്ധിയാണ് നിലവിൽ റായ്ബറേലിയിലെ MP. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ PTI സ്വതന്ത്രർക്ക് ലീഡ്. 99 സീറ്റുകളിലാണ് PTI സ്വതന്ത്രർ വിജയം നേടിയത്. നവാസ് ഷെരീഫിന്റെ PMLN 71 സീറ്റും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 53 സീറ്റുകളും നേടി. എന്നാൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. രാജ്യത്തു നിന്നുള്ള അത്ഭുതപൂർവമായ പോരാട്ടമെന്നാണ് ഇമ്രാൻഖാൻ വിജയത്തെ വിശേഷിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുണ്ടാക്കിയ പ്രസംഗത്തിൽ ഇമ്രാൻഖാൻ നവാസ് ഷെരീഫിനെ രൂക്ഷമായി വിമർശിച്ചു. ഒരു പാകിസ്ഥാനിയും നവാസ് ഷെരീഫിനെ പിന്തുണയ്ക്കില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. എന്നാൽ PMLN ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന് അവകാശപ്പെട്ട നവാസ് ഷെരീഫ് മറ്റ് പാർട്ടികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുമെന്നും വ്യക്തമാക്കി. സർക്കാർ രൂപീകരിക്കാൻ ബിലാവൽ ഭൂട്ടോയുമായി ചർച്ചകൾ നടത്തുമെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാനെ പുനർനിർമ്മിക്കാൻ സ്ഥിരമായ സർക്കാർ വേണമെന്നും പാർട്ടി ആസ്ഥാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ നവാസ് ഷെരീഫ് വ്യക്തമാക്കി. ലാഹോറിൽ നവാസ് ഷെരീഫും PPP കോ ചെയർമാൻ ആസിഫ് അലി സർദാരിയും കൂടിക്കാഴ്ച നടത്തി. PTI അനുയായികൾ റാവൽപിണ്ടിയിലെ ജയിലിലെത്തി ഇമ്രാൻഖാനെ കാണും. 15 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഇനി പുറത്തുവരാൻ ബാക്കിയുള്ളത്. തെക്കൻ ഗസയിലെ റഫ നഗരത്തിന് നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. റഫയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. നടപടിയെ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വിമർശിച്ചു. റഫയ്ക്ക് നേരെയുള്ള നടപടി ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് UN മനുഷ്യാവകാശ സംഘടന അഭിപ്രായപ്പെട്ടു. ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിക്ക് സമീപം നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ മരണസംഖ്യ 27,947 ആയി.
വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിൽ താൽക്കാലിക വനം വാച്ചർക്ക് നേരെ വന്യജീവി ആക്രമണം. വനം വാച്ചർ വെങ്കിട്ടദാസിനാണ് പരിക്കേറ്റത്. കടുവയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ രാത്രി 8:45 അരണപ്പാറ ഭാഗത്ത് വെച്ചാണ് സംഭവം. ആന വരുന്നത് തടയാൻ കാവൽ നിൽക്കുകയായിരുന്നു. വനവകുപ്പിലെ താൽക്കാലിക വാച്ചറാണ് വെങ്കിട്ടദാസ്. CPIM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. കടുവയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതീവമായ മാരകമായ മുറിയാണ് തലയിലേറ്റത്. കടുവ അയാൾ നടന്നു വരുന്ന വഴിക്ക് വയലോരത്തിൽ കൂടെ നടന്നു വരുന്ന സമയത്താണ് കടുവ ആക്രമിച്ചത്. എന്തോ തലനാരിക കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നമ്മൾ 1 മണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയെങ്കിലും അവിടുത്തെ റേഞ്ചറിയും ഡെപ്യൂട്ടി റേഞ്ചറിയും പല പ്രാവശ്യവും വിളിച്ചിട്ട് ഇവരെ ഒരു വിവരവുമില്ല. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ റേഞ്ചർ ഇവിടെ എത്തിയത്. പരുക്ക് ഗുരുതരമായതിനാൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്ഥലത്തെത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥർ മോശമായാണ് പെരുമാറിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. 24 വയനാട്. തൃശൂർ കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സ്വകാര്യ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞാണിയിലെ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ വിവിധ സംഘടനകൾ സമരം സംഘടിപ്പിച്ചു. കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വിനയന്റെ മകൻ വിഷ്ണുവാണ് ജപ്തി നടപടികൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് ജീവനൊടുക്കിയത്. ഈ മാസം 2-നാണ് വിഷ്ണു മരിച്ചത്. വീട് ജപ്തി ചെയ്യാൻ കാഞ്ഞാണിയിലെ ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ജീവനൊടുക്കുകയായിരുന്നു. 12 വർഷം മുമ്പ് കാഞ്ഞാണിയിലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് കുടുംബം 8 ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി വായ്പയെടുത്തു. 8,75,000 രൂപ തിരിച്ചടച്ചു. കോവിഡ് കാലത്ത് അടവ് മുടങ്ങി. പലിശയടക്കം ഇനി 6 ലക്ഷം രൂപ ബാങ്കിന് നൽകണം. 1.5 ലക്ഷം രൂപ അടയ്ക്കാമെന്നും ബാക്കി തുകയ്ക്ക് സാവകാശം വേണമെന്നും വിഷ്ണു ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ സമ്മതിച്ചില്ലെന്ന് പിതാവ് വിനയൻ കുറ്റപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ 2 മാസം മുന്നേ അവർ വന്നിട്ട് ഭയങ്കര ഭീഷണിയൊക്കെയായിരുന്നു. ഒരു 5-8 പേര് വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് വന്നു. ഇവരൊക്കെ വന്നിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. ലാസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെ ഒരു നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചപ്പോൾ അവർ പോയത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മൊത്തം വീടിൻ്റെ അകത്തി വരെ കയറി. എന്നിട്ട് അന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ മരിച്ചു പോയെന്നെ. എൻ്റെ മോനിങ്ങനെ മാനസികമായിട്ട് വിഷമായിരുന്നു അവനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ഇത് നീട്ടി തരാൻ പറഞ്ഞു. അപ്പോഴത് സമ്മതിക്കില്ല പറഞ്ഞു. ദിവസങ്ങൾ കഴിയുമ്പോൾ കാഞ്ഞാണിയിലെ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് മാനേജർക്കെതിരെയും റിക്കവറി മാനേജർക്കെതിരെയും നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബാങ്ക് ഉപരോധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. വിഷ്ണുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം തൃശൂർ സമിതി കാഞ്ഞാണി ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ ധർണയും പ്രതിഷേധയോഗവും നടത്തി. മനുഷ്യാവകാശ പ്രവർത്തകനായ TK വാസു ധർണ ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസം ജപ്തി വിരുദ്ധ സമിതിയും പ്രതിഷേധവുമായി എത്തുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. എറണാകുളം മഞ്ഞുമ്മൽ പത്തേലക്കാട് ഫാക്ട് ടൗൺഷിപ്പിലൂടെയുള്ള പൊതുവഴി അടച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഫാക്റ്റിലെ മാർക്കറ്റിലേക്കും സ്കൂളിലേക്കും കണ്ടെയ്നർ റോഡിലേക്കുമുള്ള പ്രധാന പാതയാണ് അടച്ചത്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണമാണ് നടപടിയെന്ന് ഫാക്ട് മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. ടൗൺഷിപ്പിലെ പ്രധാന കാവൽക്കാരിയായ ജൂലിക്ക് പത്തേലക്കാടിലേക്ക് കടക്കണമെങ്കിൽ കുറച്ച് മെനക്കെടണം. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ആളുകൾക്ക്. പത്തലക്കാട് മഞ്ഞുമ്മൽ പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് കണ്ടെയ്നർ റോഡിലേക്ക് പോകണമെങ്കിൽ FACTയുടെ ഈ മതില്, ഈ ഗേറ്റ് ചാടിക്കടന്നു വേണം പോകാൻ. 2 മാസം മുമ്പാണ് FACT മാനേജ്മെൻറ്റ് ഈ ഗേറ്റ് അടച്ചു പൂട്ടിയത്. 2.5 പതിറ്റാണ്ടായി ഇവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ ഗേറ്റാണ്, ഈ സഞ്ചാരപാതയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചു പൂട്ടിയത്. ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ 100-ലധികം വരുന്ന കുടുംബങ്ങളാണ്. 10-20 വർഷമായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴിയാണ് 2 മാസം മുമ്പ് അടച്ചത്. കൊമേഴ്സ്യലായിട്ടുള്ള ഇറച്ചി മാലിന്യങ്ങൾ, അപ്പോൾസറി വേസ്റ്റ്, അതുപോലെ ടൈലറിങ് വേസ്റ്റ്, അതുപോലുള്ള മാലിന്യങ്ങൾ കൊമേഴ്സ്യലായിട്ടുള്ളതാണ്. പുറത്തുനിന്നുള്ള ഏലൂരിന് പുറത്തുനിന്ന് വന്നിട്ടാണ് അതിടുന്നത്. അത് പിടിക്കാനായിട്ട് FACT പോലത്തെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഒട്ടനവധിയുണ്ട്. CCTV വയ്ക്കാം. CISFൻ്റെ കമാൻഡർ ഉൾപ്പെടെയുള്ള അവരുടെ ക്വാർട്ടേഴ്സിൽ അവിടെ ഉള്ളത്, അവർക്കത് ചെയ്യാം. പക്ഷെ അത് ചെയ്യേണ്ടതിന് പകരം
ഈ പൊതുജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി അടച്ചു കെട്ടുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ഫാക്ടിന്റെ നടപടിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും പ്രദേശത്തെ സ്ത്രീകളാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇതിലേ തിന്നണേന് ഞങ്ങൾ ഇങ്ങനെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ചുരുക്കം. ഞങ്ങൾക്ക് ഇതിലേ പോയേ പറ്റൂ. ഞങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് ഇതിലേ ഇപ്പോൾ ഒരു അങ്ങോട്ട് ഒന്ന് മാർക്കറ്റിൽ പോകണമെങ്കിൽ ഒരു കടയിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇതിലേ പോകണം. ഫാക്ട് ടൗൺഷിപ്പിനകത്ത് 2 സ്കൂളുകളുണ്ട്, കൂടാതെ കളിസ്ഥലവും. കണ്ടെയ്നർ റോഡിലേക്ക് മഞ്ഞുമലയിലെയും പത്തേലക്കാടിലെയും ആളുകൾക്ക് എളുപ്പം കടക്കാനാവുന്ന വഴിയാണ് ഇത്. പക്ഷേ ഇനി 2 കിലോമീറ്ററെങ്കിലും ചുറ്റണം. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് ഗേറ്റ് അടച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. കൂടാതെ സാമൂഹ്യ വിരുദ്ധർ രാത്രിയിൽ മാലിന്യം കൊണ്ടിടുന്നതും പതിവാണ്. വഴി തുറക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് CPMന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ. കൊച്ചിയിൽ നിന്നും അലോഷിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. 4 മാസം മുൻപ് സ്വന്തം മകന് സംഭവിച്ച അപകടത്തിന്റെ കാരണം തേടി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുകയാണ് ഒരു പിതാവ്. ഇടുക്കി ചപ്പാത്ത് സ്വദേശി ബിനോജ് മാസങ്ങളായി അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണ്. മകന് പരിക്കേറ്റത് എങ്ങനെയെന്ന് കണ്ടെത്താൻ പിതാവ് മോഹൻ നൽകിയ പരാതിയിൽ അന്വേഷണം നിർത്തിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ബിനോജിനെ ആരെങ്കിലും മനഃപൂർവ്വം ആക്രമിച്ചതാണോ അതോ വാഹനാപകടമോ ഇതറിയുക എന്നതാണ് മോഹനന്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒക്ടോബറിൽ വീടിന് മുന്നിലെ വഴിയരികിൽ ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതനായ നിലയിലാണ് ബിനോജിനെ കണ്ടെത്തിയത്. ഉപ്പുറ പോലീസ് കാര്യമായ രീതിയിലൊന്നും അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല. എൻ്റെ മകൻ്റെ ഫോൺ പരിശോധിച്ചിട്ടില്ല. ഇവൻ്റെ വസ്ത്രവും സാധനവും ഇരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് അവരോട് ചോദ്യം പോലും ചെയ്തിട്ടില്ല. എൻ്റെ ഏക മകൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും അതിൻ്റെ കോപ്പി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും DYSPക്കും കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട നിയമ സഹായങ്ങൾ ചെയ്യണം. അയൽവാസിയുമായി മകൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെയാണ് അപകടമെന്ന് മോഹനൻ പറയുന്നു. വിഷയത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ബിനോജിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീതി ലഭിക്കും വരെ നിയമപോരാട്ടം തുടരാനാണ് മോഹനന്റെ തീരുമാനം. 24 ഇടുക്കി. പാലക്കാട് നഗരം ഇനി പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാകും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു നഗരസഭ മുൻകൈയെടുത്ത് നഗരത്തെ ക്യാമറ നിരീക്ഷണത്തിലാകുന്നത്. ഈ മാസം തന്നെ ക്യാമറകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങാനാകുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. നഗരപരിധിയിൽ 55 പോയിന്റുകളിലായി 170 ക്യാമറകൾ. നഗരസഭാ അതിർത്തിക്കപ്പുറം ചന്ദ്രനഗർ ദേശീയപാത വരെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസുരക്ഷയും മാലിന്യം തള്ളൽ നിയന്ത്രിക്കുകയും പോലീസ് അന്വേഷണത്തിന് സഹായകമാകലുമാണ് ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെയുള്ള ലക്ഷ്യം. പാലക്കാട് നഗരസഭ 1 രൂപ പോലും ചിലവില്ലാതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നഗരം പൂർണ്ണമായിട്ട് ക്യാമറയിൽ ആവുന്നൊരു പ്രവൃത്തി പാലക്കാട് നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഈ പദ്ധതി കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു സഹായം കൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മളിവിടെ നടപ്പാക്കിയിട്ടുള്ളത്. മുഴുവൻ നഗരവും ക്യാമറയുടെ കണ്ണുകളിൽ വരുന്നൊരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പദ്ധതി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പാലക്കാട് നഗരം ഇന്ന് കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു നഗരമായിട്ട് മാറാൻ പോവുകയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. ക്യാമറയിൽ നിന്നുള്ള നിരീക്ഷണ ദൃശ്യങ്ങൾ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ തത്സമയം കാണാം. 2 മാസം വരെ ശേഖരിച്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും സൗകര്യമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വകാര്യ CCTV ക്യാമറകളെയാണ് പലപ്പോഴും പോലീസ് അടക്കം ആശ്രയിക്കുന്നത്. പുതിയ ക്യാമറ സംവിധാനം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്നതും പോലീസിനായിരിക്കും. 24 പാലക്കാട്. ഇനി കായിക വാർത്തകളിലേക്കാണ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കലാശ പോരാട്ടം. ആതിഥേയരായ ഖത്തർ ജോർദനെ നേരിടും. രാത്രി 8:30 ലുസൈൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഖത്തർ കളത്തിലിറങ്ങുന്നത്. സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുന്ന ആത്മവിശ്വാസവും ഖത്തറിനുണ്ട്. ആദ്യമായി ഫൈനലിലെത്തുന്ന ജോർദൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല. ഇരു ടീമുകളും 9 തവണ ഏറ്റുമുട്ടിയപ്പോൾ 6 തവണയും ജയം ഖത്തറിനൊപ്പമായിരുന്നു. എന്നാൽ ഈ വർഷം തുടക്കത്തിൽ ഖത്തറിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സന്ദർശകരുടെ വരവ്.
പ്രതിരോധവും അതിവേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളുമാണ് ജോർദന്റെ കരുത്ത്. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇനി മണിക്കൂറിലെ 100 വാർത്തകളുമായി 100 ന്യൂസിൽ ഗോപിക സുരേഷ് ചേരും. നമസ്കാരം.